ിലേക്ക് KPCC DCC പുനഃസംഘടനാ ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും സംഘവും നാളെ ദില്ലിയിലേക്ക് തിരിക്കും. മല്ലികാർജുൻ ഖർഗെയുമായും MP മാരുമായും കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ഹൈക്കമാൻഡിന് പട്ടിക കൈമാറിയേക്കുമെന്നറിയുന്നു. ഋഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, എന്താണ് കൈമാറാൻ പോകുന്ന പട്ടികയെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ നമുക്ക്? അരുൺകുമാർ, KPCC DCC പുനഃസംഘടനയുടെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇന്നലെ മുൻ KPCC അധ്യക്ഷൻ K സുധാകരനുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ചർച്ച നടത്തിയിരുന്നു. ഇനി MP മാരുമായുള്ള കൂടിക്കാഴ്ച മാത്രമാണ്, അവരുടെ അഭിപ്രായം തേടുക എന്നത് മാത്രമാണ് മുന്നിലുള്ള കടമ്പ. ഏതായാലും ബുധനാഴ്ച വൈകിട്ടോടെ തന്നെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനാണ് സാധ്യത. 2 ദിവസമാണ് ദില്ലിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും PC വിശ്വനാഥ് അടക്കമുള്ള നേതാക്കളും ഉണ്ടാവുക. അവർ മല്ലികാർജുൻ ഖാർഗെയുമായും KC വേണുഗോപാലുമായും ഒപ്പം രാഹുൽ ഗാന്ധിയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയും ഈ പട്ടിക പ്രഖ്യാപിക്കുന്ന വൈകിക്കൂടാ എന്ന അഭിപ്രായം തന്നെയാണ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ടാണ് തിരക്കിട്ട ഈ കടമ്പ അത് മറികടക്കാനുള്ള ശ്രമം നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. വ്യത്യസ്തമായ അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് MP തിരക്കിട്ട പുനഃസംഘടന വേണ്ടതില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന അഭിപ്രായമൊക്കെ ഉയർത്തിയതാണ്. ഏതായാലും 10-ാം തീയതിക്കകം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഭാരവാഹികൾ, KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ഒഴികെയുള്ള ഭാരവാഹികളുടെ പ്രഖ്യാപനവും ഒപ്പം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനവും ഉണ്ടാവും. പട്ടിക അന്തിമ രൂപമാകുന്നതേയുള്ളൂ. ഏതായാലും നാളെ കൊണ്ട് ഒരു പക്ഷേ അന്തിമ രൂപമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബുധനാഴ്ച മാത്രമേ പട്ടിക ദില്ലിയിൽ നേതൃത്വത്തിന് കൈമാറുകയുള്ളൂ. ഋഷിപാലാണ് വിവരം നൽകിയത്.